ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർമ്മയായി. രാഷ്ട്രപതിയായിരുന്ന കാലത്തും പിൽക്കാലത്തും അതിനു മുൻപും ഇന്ത്യയിൽ രാഷ്ട്രീയക്കാരേക്കാൾ ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങളെടുത്ത ശാസ്ത്രജ്ഞനായിരുന്നുവെന്ന് എല്ലാവരും ഇന്ന് മുഴുവൻ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പദവിയിലേക്ക് വരുമ്പോൾ ശാസ്ത്രജ്ഞനായ അദ്ദേഹം നേരിട്ട വിമർശനങ്ങൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാവർക്കും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മോടൊപ്പം ഇന്ന് എക്സ്പെർട്ട് പാനലിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടൊപ്പം ISROയിൽ VSSCയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ശാസ്ത്രജ്ഞനായ ഡോക്ടർ ശ്രീ G രവീന്ദ്രനാഥ് ചേരുന്നു. അദ്ദേഹം ISROയുടെ റിട്ടയർഡ് ഇനർഷ്യൽ സിസ്റ്റംസിന്റെ മുൻ ഡയറക്ടർ കൂടിയാണ്. ഒപ്പം ശ്രീ ദാമോദർ പ്രസാദ്, അദ്ദേഹം അധ്യാപകനാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് ചേരുന്നു, അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനും അഭിഭാഷകനുമാണ്. നമുക്ക് ആദ്യം ശ്രീ G രവീന്ദ്രനാഥിലേക്ക് തന്നെ വരാം. ഇന്ത്യ കണ്ട ജനകീയനായ രാഷ്ട്രപതിയായിരുന്നു. പക്ഷേ താങ്കൾക്ക് അദ്ദേഹത്തെ കുട്ടി ഓർമ്മയിൽ വരുമ്പോൾ തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ നാട്ടിൻപുറങ്ങളിൽ എന്തു പറയാ, നമുക്ക് ആകാശം സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു സാധാരണ മനുഷ്യസ്നേഹിയായ ഒരു ശാസ്ത്രജ്ഞൻ എന്ന് തന്നെയായിരിക്കും. താങ്കളുടെ സഹപ്രവർത്തകൻ എന്ന രീതിയിലും താങ്കൾക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഇപ്പോൾ അവസരം നൽകും. എൻ്റെ ഓർമ്മയിൽ ഡോക്ടർ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ വീക്ഷണം അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അദ്ദേഹം ഒരു ഡെവലപ്ഡ് ഭാരതത്തിനെ അങ്ങേര് സ്വപ്നത്തിൽ കണ്ടു. അതിനുവേണ്ടി അദ്ദേഹം യത്നിച്ചു, അദ്ദേഹം മാർഗദർശനം നൽകി. അദ്ദേഹം ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ, അതായത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ആയിട്ടാണ് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അവരാണ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ, അതാണ് അദ്ദേഹത്തിൻ്റെ മെയിനുള്ള എയിമായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ 7 വർഷം, അതായത് 73 തൊട്ട് 1980 വരെ SLV3 പ്രോജക്റ്റിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഹപ്രവർത്തനായിട്ട് ജോലിയെടുക്കാൻ വേണ്ടി എനിക്ക് ഒരു മഹാഭാഗ്യമുണ്ടായി. അതായത് നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിന്റെ വിയോഗവേളയിൽ നമ്മൾ വളരെ ഒരു ഭാഗത്ത് വളരെ ആദർശാത്മകമായ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരാളമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വിമർശനങ്ങളും നമ്മളിന്ന് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. പല രീതിയിലും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള പ്രതിഫലനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ മറ്റിതിന്റെ വിവാദങ്ങളിലേക്ക് പോകുന്നതിന് പോളിമിക്സിലേക്ക് കടക്കാതെ ഒരുപക്ഷെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിലെ ഒരു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വളരെ വരേണ്യമായ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അകത്ത് എങ്ങനെ ഒരു സയന്റിഫിക് പേഴ്സണാലിറ്റി എമേർജ് ചെയ്തു. അദ്ദേഹം ആ നിലയ്ക്ക് വളരെ എസ്റ്റാബ്ലിഷ്മെന്റേറിയനായിരുന്നു, എസ്റ്റാബ്ലിഷ്മെന്റ് ഭാഗമായിരുന്നു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, വളരെ ഹമ്പിളായിട്ടുള്ള ഒറിജിൻസ് നിന്ന് വന്നിട്ട് അബ്ദുൽ കലാമിനെ പോലെ വളരെ ഹമ്പിൾ ഒറിജിൻസ് നിന്ന് വന്ന് അങ്ങനെ രീതിയിൽ വലിയ പിൻബലങ്ങളില്ലാതെ, സോഷ്യൽ ക്യാപിറ്റലില്ല, സാമൂഹ്യ മൂലധനമൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം എസ്റ്റാബ്ലിഷ്മെന്റ് വഴികൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉയരങ്ങളിലെത്താനും അവിടുന്ന് സയന്റിഫിക് എസ്റ്റാബ്ലിഷ്മെന്റ് നേതൃത്വത്തിലെത്താനും ഒരുപക്ഷെ പ്രസിഡന്റ് ആവാനും ഒക്കെ തന്നെ സാധ്യമായിരുന്ന കാര്യം. അപ്പോൾ നമ്മൾ അത്തരം ഒരു വശത്തെ കാണാതെ വളരെ ക്രിട്ടിക്കലായി നോക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള സയന്റിഫിക് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിരുന്നു ഡോക്ടർ അബ്ദുൽ കലാം. ഒരുപാട് ഇതുപോലെ തന്നെ ഒട്ടനവധി സയന്റിസ്റ്റുകളും ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഭാഗം. ഈ എസ്റ്റാബ്ലിഷ്മെന്റ് സ്വഭാവം എന്താണ്? ഈ എസ്റ്റാബ്ലിഷ്മെന്റ് സ്വഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യാനന്തര കാലശേഷം, പ്രത്യേകിച്ച് ശീതസമര കാലസമയത്ത് ഈ ടെക്നോളജിയുടെ മേഖലയിലുണ്ടായ ധാരാളം ഇൻവെസ്റ്റ്മെന്റും ആ സമയത്ത് പറഞ്ഞ സൈനിക സാങ്കേതിക വിദ്യയെ ബന്ധപ്പെട്ട് നടന്ന ധാരാളം അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് എമർജ് ചെയ്ത കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ഏഷ്യയുടെ പൊളിറ്റിക്സായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് എമർജ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എമർജ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിസ്റ്റാണ്, ടെക്നോക്രാറ്റാണ്. കുറേ കാലം തന്നെ വീട്ടുതടങ്കലിലായിരുന്നു. 2006 മറ്റാണ് അദ്ദേഹം പാകിസ്ഥാൻ കോടതിയിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അങ്ങനെ 3 സയന്റിസ്റ്റുകളുടെയും ഈ സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്സായി ബന്ധപ്പെട്ട് സൗത്ത് ഏഷ്യൻ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെന്റ് ടെക്നോളജി ബന്ധപ്പെട്ട് ഇങ്ങനെ 3 സയന്റിസ്റ്റുകളുടെയും 3 ടെക്നോക്രാറ്റുകളുടെയും വളരെ രസകരമായ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അബ്ദുൽ കലാം അതിജീവിച്ച മേഖലകൾ ഒരുപക്ഷെ ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെന്റായി ബന്ധപ്പെട്ട് ടെക്നോളജിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, വളരെ ലീറ്റായ ടെക്നോളജി എസ്റ്റാബ്ലിഷ്മെന്റ് ബന്ധപ്പെട്ട് അതിന്റെ ചില കൺഫോർമിസ്റ്റ് ഐഡിയോളജിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്ത് വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഭാഗമായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മിസൈൽ സാങ്കേതിക ആയിക്കോട്ടെ, സൈനിക സാങ്കേതിക പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ നാം എപ്പോഴും മുന്നിൽ കാണുന്ന മുഖം ഡോക്ടർ കലാമിന്റേതാണ്. ന്യൂസ് ഡെസ്ക്. 2-3 ദശാബ്ദകാലത്തെ രാഷ്ട്രപതിമാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രപതി സ്ഥാനത്തെ കുറച്ചുകൂടി ഡൗൺ ടു എർത്ത് ആയിട്ട് കൊണ്ടുവന്ന ഒരു രാഷ്ട്രപതിയായിരുന്നു എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയും. അതിനപ്പുറത്ത് ഒരു ഭരണാധികാരി, ഇന്ത്യയിലെ ഇന്ത്യയുടെ മൊത്തം കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും ഒക്കെ സർവ്വസൈന്യാധിപനായി മാറുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന്റെ ചില നിർണായക
പോളിസി തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് APJ അബ്ദുൽ കലാമിനെ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന വ്യക്തിപരമായ നന്മ അദ്ദേഹത്തിന്റെ പോളിസികളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ വിലയിരുത്തുന്നത്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ഇന്ത്യയെ പറ്റിയുള്ള വിഷൻ 2020 തന്നെ വളരെ അശാസ്ത്രീയവും അത് ഒരു പെരിഫറൽ ലെവലിൽ നിൽക്കുന്നതുമായിരുന്നു. അത് മധ്യ ത്തിന്റെ ഇടയിൽ കയ്യടി നേടാവുന്നതും എന്നാൽ അടിസ്ഥാനപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ റിവർ ലിങ്കിങ് പ്രോജക്റ്റ് ഒരുപക്ഷെ ആദ്യമായിട്ട് അദ്ദേഹം ചർച്ചയിൽ വരുന്നത് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് രാഷ്ട്രപതി ആയതിനു ശേഷം അദ്ദേഹം ഇന്ത്യയിലെ നദീ സംയോജന പദ്ധതിയാണ്. നമുക്കറിയാം കേരളം എത്ര ശക്തമായിട്ടാണ് ഇപ്പോൾ നദീ സംയോജന പദ്ധതിയെ എതിർക്കുന്നത്, എത്രമാത്രം അപകടം പിടിച്ചൊരു പ്രോജക്റ്റാണ് എന്നുള്ളത്. പക്ഷേ അതിനെ ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണിൽ കണ്ടുകൊണ്ടാണ് ഈ റിവറുകൾ ഒഴുകുന്നതെല്ലാം നമുക്ക് പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് പോലെ ചെയ്യാവുന്നതാണ് എന്ന അതിന്റെ ജൈവികതയിലേക്ക് കടക്കാതെ യാന്ത്രികമായ ഒരു വീക്ഷണം അദ്ദേഹം വികസനത്തോട് വെച്ചു പുലർത്തുന്നു. ഇത് തന്നെയാണ് പൊഖ്രാനിലെ ആണവ വിസ്ഫോടനത്തോടും അദ്ദേഹത്തിന്റെ പോസിറ്റീവായ സമീപനം ഉണ്ടായിരുന്നത്. അതുപോലെയാണ് കൂടംകുളത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണെന്ന് കൈരളി പീപ്പിൾ ടിവിയുടെ വാർത്താ റിപ്പോർട്ടർ പോലും ആവർത്തിക്കുമ്പോഴും വ്യക്തിപരമായി എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ശാസ്ത്രരംഗത്ത് തന്റേതായ മികവും കഴിവും പ്രകടിപ്പിക്കുകയും അതിനകത്ത് വലിയ തോതിലുള്ള ഒരു കണ്ടുപിടുത്തത്തിന്റെ കോൺട്രിബ്യൂഷൻ കൂടി എനിക്ക് തോന്നുന്നു ശ്രീ അബ്ദുൽ കലാം അദ്ദേഹം നടത്തിയത് ഒരു ലീഡറുടെ പദവിയായിരുന്നു. അദ്ദേഹം നിലവിലുള്ള സാങ്കേതിക വിദ്യയെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ISROയിലെ അല്ലെങ്കിൽ DRDOയിലെ ഒരുപാട് ചെറുപ്പക്കാരെ ലീഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ലെവലിലാണ് അദ്ദേഹം നടത്തിയത്.